നമസ്കാരം. പി അൻവർ എം.എൽ.എ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത് ഹവാല ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ വസ്തുതയുണ്ടെന്ന് വിരൽ ചൂണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും രംഗത്തു വന്നു. സ്വർണ്ണക്കടത്തും ഹവാല പണവും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടെ പോലീസ് നടത്തിയ പരിശോധനയിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് CPM-RSS ബന്ധമെന്ന ആരോപണത്തിന് പിന്നിലെ പ്രധാന പ്രേരക ഘടകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 5 വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ സ്വർണവും ഹവാല പണവും പോലീസ് പിടികൂടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിന് RSS നയങ്ങളാണെന്ന ഇടത് MLA ആയിരുന്ന PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളും ഉന്നത RSS നേതാക്കളുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്ന ആരോപണത്തെ എങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM എന്നും RSSനെയും മറ്റ് ഹിന്ദുത്വ ശക്തികളെയും ശക്തമായി എതിർത്തിട്ടുണ്ട്. ഞങ്ങളുടെ സഖാക്കളിൽ പലർക്കും അവർക്കെതിരെ നിലയുറപ്പിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ആർക്കും ഈ കള്ളക്കഥകൾ വിശ്വസിക്കാൻ കഴിയില്ല. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതിന്റെ കാരണങ്ങൾ നാം മനസ്സിലാക്കണം. കേരളത്തിലെ ജനസംഖ്യയുടെ ഗണ്യമായ അനുപാതം ന്യൂനപക്ഷ സമുദായങ്ങളാണ്. ഏറെക്കാലമായി സമുദായങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-നൊപ്പമായിരുന്നു. എന്നാൽ ഇത് മാറി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ LDF-നെ പിന്തുണയ്ക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് നന്നായി അറിയാവുന്ന UDF ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ RSSനോട് മൃദുസമീപനം പുലർത്തുന്നുവെന്ന വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ പ്രചാരണം രാഷ്ട്രീയ നേട്ടം മാത്രമാണ് ലക്ഷ്യമിടുന്നത്. വർഗീയ വിഭജനം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് തീവ്രവാദ ഘടകങ്ങളും ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ സർക്കാർ മുസ്ലിം തീവ്രവാദ ഘടകങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ശക്തികൾ ഉയർത്തിക്കാണാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്, മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാന പോലീസ് പിടികൂടിയ 123 കോടി രൂപയുടെ 150 കിലോ സ്വർണവും ഹവാല പണവുമാണ്. രാജ്യവിരുദ്ധത്തിനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ പണം കേരളത്തിലെത്തുന്നു. നിങ്ങൾ പരാമർശിക്കുന്ന ആരോപണങ്ങൾ ഞങ്ങളുടെ സർക്കാരിൻ്റെ അത്തരം നടപടികളുള്ള പ്രതികരണമാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ ഇതിനകം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത്രയുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ സമാനമായ സ്വർണ്ണക്കടത്തിന്റെ കണക്കുകൾ അവതരിപ്പിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുകാരാണോ അൻവറിന്റെ പിന്നിലെന്ന് ചോദിച്ചപ്പോൾ അത് നിഷേധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നുമില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അൻവർ രംഗത്തു വന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി തനിക്ക് സ്വന്തം ബാപ്പയെപ്പോലെയായിരുന്നു. വർഗീയതയ്ക്കെതിരെ അത്ര ശക്തമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ. മനുഷ്യനെ പേര് നോക്കി വർഗീയവാദിയാക്കുന്ന കാലമാണെന്നായിരുന്നു അൻവറിന്റെ ആരോപണം. അതേസമയം CPM-നെതിരെ തുറന്ന പോരിന് തയ്യാറെടുത്ത അൻവർ പുതിയ വെല്ലുവിളിയുമായി രംഗത്തെത്തി. ഇപ്പോൾ താൻ തീരുമാനിച്ചാൽ 25 പഞ്ചായത്തുകൾ LDF-ന്റെ കയ്യിൽ നിന്ന് പോകുമെന്ന ഭീഷണിയുമായാണ് PV അൻവർ MLA രംഗത്തെത്തിയത്. നിലമ്പൂരിൽ മാത്രമായിരിക്കില്ല ഇത് എന്നും മലപ്പുറം ജില്ലയിൽ പലയിടത്തും പഞ്ചായത്തുകൾ പോകുമെന്നും ചിലപ്പോൾ കോഴിക്കോടും പാലക്കാടും പോകുമെന്നും വെല്ലുവിളിയിലുണ്ട്. CPM ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ താൻ അതിന് തയ്യാറാകും. അതിലേക്കൊക്കെ പോകണമോ എന്ന് CPM നേതൃത്വം ആലോചിക്കണമെന്നും അൻവർ പറഞ്ഞു. എൻ്റെ മെക്കിട്ട് കയറാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും പാർട്ടി പറഞ്ഞത് അനുസരിച്ചില്ല എന്നാണ് LDF കൺവീനർ പറഞ്ഞത്. എന്നാൽ ഈ നിമിഷം വരെ പാർട്ടിയെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല എന്നും അൻവർ പറയുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാതെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത്. അത് ഞാൻ സഹിക്കുമോ എന്നും അൻവർ ചോദിക്കുന്നു. 2 ദിവസമായി നടക്കുന്നത് എന്നെ മതവർഗീയവാദിയാക്കാനുള്ള ശ്രമമാണ്. ഇന്നലെ എനിക്ക് 150 കൊല്ലത്തെ ചരിത്രം പറയേണ്ടി വന്നു. അത് പറയിപ്പിക്കുന്ന CPM നേതൃത്വമാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു. താൻ തുടങ്ങിയ നീക്കം വിപ്ലവമായി മാറുമെന്ന് അൻവർ അവകാശപ്പെട്ടു. തന്റെ നീക്കങ്ങളെ ജനം വിലയിരുത്തട്ടെ എന്നും പറഞ്ഞു. നിലമ്പൂരിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആരെയും ക്ഷണിച്ചിട്ടില്ല. ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാതെ തന്റെ നെഞ്ചത്തോട്ട് കയറുകയല്ല ചെയ്യേണ്ടത്. തന്റെ പാർക്കിനെതിരായ നടപടിക്ക് ഇനി സ്പീഡ് കൂടും. താൻ ആ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അൻവർ പറഞ്ഞു. ഒറ്റയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പോവുകയല്ല ലക്ഷ്യം. ജനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണെങ്കിൽ അതിനൊപ്പം താൻ ഉണ്ടാകും. അതിനർത്ഥം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ലെന്നുമല്ല. നിലവിലെ വിഷയത്തിൽ പ്രതികരിച്ച് 100 കണക്കിന് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അൻവറിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ 140 മണ്ഡലത്തിലുമുണ്ട്. തൻ്റെ പിന്നിൽ മറ്റാരുമില്ലെന്നും അൻവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസും ഉൾപ്പെടെയുള്ള നേതാക്കളെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു. അതേസമയം പാർട്ടിയെയും സാധാരണ പ്രവർത്തകരെയും ഒരിക്കലും തള്ളിപ്പറയില്ലെന്നും ആവർത്തിച്ചു. പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എണ്ണിപ്പറഞ്ഞ അൻവർ തനിക്കെതിരെ പല കേസുകൾ വന്നത് CPM-ൽ ചേർന്നതിന് ശേഷമാണെന്നും സൂചിപ്പിക്കുകയും ചെയ്തു. ഇതോടെ CPM അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് അൻവറിന്റെ ലക്ഷ്യം എന്നത് വ്യക്തമാണ്.